ഹായ് ഹലോ നമസ്കാരം. പെച്ചിത്രി അക്കാദമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പിന്നെ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ദേശീയ ബാലാവകാശ കമ്മീഷനെ പറ്റിയിട്ടാണ്. അതായത് ഇത് എന്തുകൊണ്ടാണ് ഈ ഒരു ടോപ്പിക് എടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കഴിഞ്ഞ പരീക്ഷയിൽ ICDSൻ്റെ പരീക്ഷയിൽ ഈ ഒരു ഭാഗത്തു നിന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ആ ഒരു കാര്യം കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഭാഗം എടുത്തിട്ടുള്ള ഇത്തരത്തിലുള്ള കമ്മീഷനുകൾ നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, ദേശീയമായാലും കേരളത്തിലായാലും കേരള ബാലാവകാശ കമ്മീഷൻ നമുക്ക് പഠിക്കണം, ദേശീയ ബാലാവകാശ കമ്മീഷൻ നമുക്ക് പഠിക്കണം. ഇതൊക്കെ നമുക്ക് കൃത്യമായിട്ട് നമുക്ക് എന്തായാലും പഠിക്കും. നമ്മുടെ പെയ്ഡ് ബാച്ചിൽ കൃത്യമായിട്ട് ഇത്തരത്തിൽ സിലബസ് അടിസ്ഥാനത്തിൽ ക്ലാസ്സുകൾ പോകുന്നുണ്ട്. അപ്പോൾ ഇനിയും ആരെങ്കിലും ജോയിൻ ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ചുവടെ കാണുന്ന നമ്പറിൽ വിളിച്ചുകൊണ്ട് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. നമ്മുടെ ബാച്ച് ക്ലോസ് ചെയ്യാൻ പോകുന്നതേ ഉള്ളൂ. അപ്പോൾ ക്ലോസ് ചെയ്യുന്നതിന് മുന്നോടിയായിട്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യാം, അഡ്മിഷൻ എടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ക്ലാസ്സിലേക്ക് കിടക്കാം. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ക്ലാസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ കൃത്യമായിട്ട് ചോദ്യങ്ങൾ ചോദിക്കും. ഇപ്പോൾ എടുത്ത ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങൾ ചോദിക്കും. അപ്പോൾ കൃത്യമായിട്ട് ആൻസർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ആൻസർ ചെയ്യാനായിട്ട് ആദ്യം ക്ലാസ് കൃത്യമായിട്ട് ശ്രദ്ധിച്ച് പോയാൽ മാത്രമേ നിങ്ങൾക്ക് ആൻസർ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. കൃത്യമായിട്ട് ശരിയുത്തരങ്ങൾ കമൻറ്റ് ചെയ്യണം. ഓക്കെ അല്ലേ? സോ ലാസ്റ്റ് വരെ ക്ലാസ് കാണുക, അതിനുശേഷം ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം കമൻറ്റ് ചെയ്യുക. ഓക്കെ അല്ലേ? അപ്പോൾ ഈ ക്ലാസ് കണ്ടു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ഭാഗം നിങ്ങളുടെ കയ്യിൽ കിട്ടും. ക്ലിയർ അല്ലേ? സോ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. നമുക്ക് നേരെ നമ്മുടെ ക്ലാസ്സിലേക്ക് കിടക്കാം. ദേശീയ ബാലാവകാശ കമ്മീഷൻ ഇത് വന്നിട്ട് നമ്മുടെ ICDS സൂപ്പർവൈസർ നമ്മളെപ്പോഴും പറയുന്നത് 311/2019 ആ ഒരു ചോദ്യ പേപ്പറിൽ നിന്ന് തന്നെ എടുത്തിട്ടുള്ളതാണ്. ദേശീയ ബാലാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് എപ്പോൾ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ദേശീയ ബാലാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് എപ്പോൾ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. 2002, 2005, 2012, 2007. ഓക്കെ, ഇപ്പോൾ ഏത് വർഷമാണ് നിലവിൽ വന്നിട്ടുള്ളത്? ദേശീയ ബാലാവകാശ കമ്മീഷൻ എപ്പോഴാണ് നിലവിൽ വന്നിട്ടുള്ളത്? അത് 2007 കേട്ടോ, 2007. അപ്പോൾ നമ്മുടെ ഓപ്ഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ ഡി 2007 നിലവിൽ വന്നിട്ടുള്ളത്. ഓക്കെ, 2007 നിലവിൽ വന്നിട്ടുള്ളത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ദേശീയ ബാലാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ പറഞ്ഞു ദേശീയ ബാലാവകാശ കമ്മീഷൻ സ്ഥാപിതമായത് 2007 എന്ന കാര്യം നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തു. ഇനി ആസ്ഥാനം നോക്കുകയാണെങ്കിൽ ഡൽഹിയിലാണ് ദേശീയ ബാലാവകാശ കമ്മീഷൻ്റെ ആസ്ഥാനം എന്ന് പറയുന്നത്. ദേശീയ ബാലാവകാശ കമ്മീഷൻ്റെ ആസ്ഥാനം എവിടെയാണ്? അത് ഡൽഹിയിലാണ് ദേശീയ ബാലാവകാശ കമ്മീഷൻ്റെ ആസ്ഥാനം എന്ന് പറയുന്നത്. അതായത് ബാലാവകാശ സംരക്ഷണ നിയമപ്രകാരം, അതായത് ബാലാവകാശം എന്ന് പറയുന്നത് കുട്ടികളുമായി ബന്ധപ്പെട്ടതാണല്ലോ അല്ലേ? അപ്പോൾ ഒരാൾ അല്ലേ, എത്ര വയസ്സ് വരെയുള്ള ആളുകളെയാണ് കുട്ടി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അതായത് ബാലാവകാശ സംരക്ഷണ നിയമപ്രകാരം കുട്ടി എന്നത് 18 വയസ്സിൽ താഴെയുള്ള വ്യക്തികളാണ് കുട്ടി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ബാലാവകാശ കമ്മീഷൻ എന്തുമായി ബന്ധപ്പെട്ട് ഈ 18 വയസ്സിന് താഴെയുള്ള വ്യക്തികളുമായിട്ട് അല്ലെങ്കിൽ കുട്ടികളുമായിട്ടുള്ള പ്രശ്നങ്ങൾക്കാണ് അത് വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഈ ബാലാവകാശ സംരക്ഷണ നിയമപ്രകാരം കുട്ടി എന്നത് എത്ര വയസ്സിൽ താഴെയുള്ള വ്യക്തികളാണ് എന്നൊരു ചോദ്യം വരാം. അത് നിങ്ങൾ പറയേണ്ടത് 18 വയസ്സ്. പക്ഷേ നിങ്ങൾ ബാലവേല അല്ലേ, ഏത് വയസ്സ് വരെയുള്ള കുട്ടികൾ, എത്ര വയസ്സ് വരെയുള്ള കുട്ടികളുടെ ബാലവേല എന്നുമായി ബന്ധപ്പെട്ട് വരുന്നത് വെച്ചാൽ അത് 14. ഓക്കെ, അപ്പോൾ അതിൽ കൺഫ്യൂഷൻ വരാതിരിക്കാനാണ് ഇവിടെ 18 എന്ന് പറഞ്ഞ് തന്നിട്ടുള്ളത്. എല്ലാം 18 കിടക്കുന്നത്. ബാലവേലയായി കണക്കാക്കുന്നത് 14 വയസ്സിൽ താഴെയുള്ള കുട്ടികളുമായി ബന്ധപ്പെട്ട് അവർ പണിയെടുക്കുമ്പോഴാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ബാലാവകാശ സംരക്ഷണ നിയമപ്രകാരം കുട്ടി എന്നത് 18 വയസ്സിൽ താഴെയുള്ള വ്യക്തികളാണ്. ഇനിയോ ദേശീയ ബാലാവകാശ കമ്മീഷൻ വനിതാ ശിശു വികസന മന്ത്രാലയത്തിന് കീഴിലാണ് പ്രവർത്തിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ദേശീയ ബാലാവകാശ കമ്മീഷൻ വനിതാ ശിശു വികസന മന്ത്രാലയത്തിന് കീഴിലാണ് പ്രവർത്തിക്കുന്നത്. ഇതൊക്കെ ജസ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ മതി. സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിൽ വരികയാണെങ്കിൽ നമുക്ക് എന്താണ് ദേശീയ ബാലാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയല്ലാത്ത സ്റ്റേറ്റ്മെൻറ്റ് ഏത് അല്ലെങ്കിൽ പ്രസ്താവന ഏത് എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ എഴുതാൻ വേണ്ടിയിട്ടാണ് ഈ ദേശീയ ബാലാവകാശ കമ്മീഷൻ ഏതാണ്? വനിതാ ശിശു വികസന മന്ത്രാലയത്തിന് കീഴിലാണ് പ്രവർത്തിക്കുന്നത്. ഈ ദേശീയ ബാലാവകാശ കമ്മീഷനിൽ ആകെ 7 അംഗങ്ങളാണ് ഉള്ളത്. ഓക്കെ, ഇതിനകത്ത് ചെയർമാൻ ഉൾപ്പെടെയാണ് 7 അംഗങ്ങളുള്ളത്. ഓക്കെ, അപ്പോൾ ദേശീയ ബാലാവകാശ കമ്മീഷനിൽ എത്ര അംഗങ്ങളുണ്ടെന്ന് ചോദിച്ചാൽ ടോട്ടൽ ചെയർമാൻ ഉൾപ്പെടെ 7 പേര് അതിനകത്തുണ്ട്. 7 അംഗങ്ങളുണ്ട്. ചെയർമാൻ ഉൾപ്പെടെ 7 അംഗങ്ങളാണ് ദേശീയ ബാലാവകാശ കമ്മീഷനിൽ ഉള്ളത് എന്ന കാര്യം നിങ്ങൾ ഓർത്ത് വയ്ക്കുക. ക്ലിയർ അല്ലേ? നോക്കുക, അതിനകത്ത് ഇപ്പോൾ ഒരു ചെയർമാൻ ഉണ്ട് അല്ലേ, ചെയർമാനായിട്ട് ഒരാളുണ്ടാകും, അല്ലെങ്കിൽ ചെയർപേഴ്സൺ, ചെയർമാൻ. ഓക്കെ, ഒരാളുണ്ടാവും, ബാക്കി 6 പേരുണ്ടാവും. ഇങ്ങനെ ഈ 6 ഒന്നും ചേർന്നാണ് ടോട്ടൽ നമ്മളിപ്പോൾ പറഞ്ഞ 7 പേര്. ഓക്കെ, മറ്റംഗങ്ങൾ അല്ലേ, ഈ മറ്റ് 6 അംഗങ്ങളിൽ 2 പേര് ആരായിരിക്കണം? സ്ത്രീകളായിരിക്കണം എന്നൊരു നിബന്ധന കൂടി അവിടെയുണ്ട്. ഓക്കെ, അപ്പം മൊത്തം 7 പേരാണ്. 7-ൽ ഒരാൾ ചെയർമാനാണെന്ന് പറഞ്ഞു, ബാക്കി 6 പേരുണ്ട്. ആ 6 അംഗങ്ങളിൽ 2 പേർ ആരായിരിക്കണം? സ്ത്രീകളായിരിക്കണം. 2 പേര് സ്ത്രീകളായിരിക്കണം എന്നുള്ള ഒരു കാര്യം കൂടി എവിടെയുണ്ട്? ഈ പറയുന്ന അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നതിലും ഉണ്ട്. ഓക്കെ, അപ്പോൾ ചെയർമാനെ കൂടാതെ 6 അംഗങ്ങളാണുള്ളത്. ചെയർമാൻ ഉൾപ്പെടെ 7 അംഗങ്ങളുണ്ട്. ചെയർമാനെ കൂടാതെ 6 അംഗങ്ങളിൽ എത്ര പേർ സ്ത്രീകളായിരിക്കണം എന്നാണ് അവിടെ പറയുന്നത്? 2 പേർ സ്ത്രീകളായിരിക്കണമെന്ന് പറയുന്നുണ്ട്.
ഓക്കെ. കൂടാതെ ഒരു മെമ്പർ സെക്രട്ടറി ഉണ്ടായിരിക്കും. ജസ്റ്റ് അത് പഠിച്ച് മനസ്സിലാക്കിയാൽ മതി. കൂടാതെ ഒരു മെമ്പർ സെക്രട്ടറിയും ഉണ്ടാവും. പക്ഷേ മെയിനായിട്ട് നമ്മൾ 7 അംഗങ്ങൾ എന്ന് വേണം പറയാൻ. ഓക്കെ. അതിൻ്റെ ഈ 6 ഈ 2 പേര് അതിനകത്ത് സ്ത്രീകൾ ഉൾപ്പെടെ 6 7 ചെയർപേഴ്സൺ വെച്ചിട്ട് കൂടാതെ ഒരു മെമ്പർ സെക്രട്ടറി ഉണ്ടായിരിക്കും. ജസ്റ്റ് അതുപോലെ തന്നെ ഇനി നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം ദേശീയ ബാലാവകാശ കമ്മീഷൻ്റെ കാലാവധിയുണ്ട്. ചെയർമാൻ്റെ കാലാവധി, അതുപോലെ തന്നെ അംഗങ്ങളുടെ കാലാവധി. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ചോദിക്കാൻ സാധ്യതയുണ്ട്. നോക്കുക, ദേശീയ ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ്റെ കാലാവധി ചോദിക്കുകയാണെങ്കിൽ, ദേശീയ ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ്റെ കാലാവധി ചോദിക്കുകയാണെങ്കിൽ 3 വർഷം, അതല്ലെങ്കിൽ 65 വയസ്സ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ തന്നിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, സാധാരണ ഇപ്പോൾ ഒരാൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ആളുടെ കാലാവധി 3 വർഷമാണ്. പക്ഷേ അദ്ദേഹത്തിന് ഒരു 64ാമത്തെ വയസ്സിലാണ് അദ്ദേഹം ജോയിൻ ചെയ്യുന്നതെങ്കിൽ 3 വർഷം കഴിഞ്ഞിട്ട് അയാൾക്ക് ഇറങ്ങാൻ പറ്റുമോ? പറ്റില്ല. അപ്പോൾ അദ്ദേഹം ജോയിൻ ചെയ്തതിന് ശേഷം 3 വർഷം, അതല്ലെങ്കിൽ 65 വയസ്സ്, ഏതാണോ ആദ്യം വരുന്നത്. ഓക്കെ. അപ്പോൾ 64ാമത്തെ വയസ്സിൽ ജോയിൻ ചെയ്താൽ തൊട്ടടുത്ത വർഷം 65ആയി. അപ്പോഴത്തേനും ആൾക്ക് റിട്ടയർമെൻറ്റിൽ വരികയും അല്ലെ അദ്ദേഹത്തിന് ആ സ്ഥാനം ഒഴിയണം. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. അപ്പോൾ ആ വർഷവും പ്രായവും കൃത്യമായിട്ട് ശ്രദ്ധിച്ച് വെക്കുക. അപ്പോൾ ദേശീയ ബാലാവകാശ കമ്മീഷൻ്റെ കാലാവധി എന്ന് പറയുന്നത് 3 വർഷമാണ്. 3 വർഷം, അതല്ലെങ്കിൽ 65 വയസ്സ് വരെ. ഓക്കെ. ഏതാണോ ആദ്യം അത്. ക്ലിയർ അല്ലേ? ഓക്കെ. അപ്പോൾ 61ാമത്തെ വയസ്സിൽ ജോയിൻ ചെയ്ത ആൾക്ക് 61, 62, 63 അല്ലേ? 61-ൽ ജോയിൻ ചെയ്ത ആൾക്ക് 62, 63, 64 റിട്ടയർ ആവും അല്ലേ? 3 വർഷം കഴിഞ്ഞു. പക്ഷേ 64-ലാണെങ്കിൽ എന്താണ് 65 എന്ന് പറഞ്ഞാൽ തൊട്ടടുത്തല്ല. അപ്പോൾ ഏത് ആദ്യം വരണോ അത്. ക്ലിയർ ആയില്ലേ? ഓക്കെ. ഇനി ദേശീയ ബാലാവകാശ കമ്മീഷൻ അംഗങ്ങളുടെ കാലാവധി 3 വർഷം, എന്നാൽ 60 വയസ്സ് വരെ അവർക്ക് അംഗങ്ങൾക്ക് എന്ത് ചെയ്യുള്ളൂ? 60 വയസ്സിനകം എന്താണ് 60 വയസ്സാണ് അവരുടെ ലിമിറ്റ് എന്ന് പറയുന്നത്, ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 60 വയസ്സ് വരെ ആയിരിക്കും. അപ്പോൾ 60 വയസ്സാണ് ആദ്യം വരുന്നതെങ്കിൽ 2 വർഷമേ ആയിട്ടില്ലെങ്കിൽ പോലും എന്താണ് അവർക്ക് അതായിരിക്കും കാലാവധി എന്ന് പറയുന്നത്. സോ ദേശീയ ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ്റെ കാലാവധി എത്ര വർഷമാണ്? 2 വർഷം 3 വയസ്സ് മാത്രമേ വ്യത്യാസമുള്ളൂ. ചെയർമാൻ ഇത്തിരി മൂപ്പ് കൂടുതലല്ലേ? അപ്പോൾ ചെയർമാൻ 65 വയസ്സ് വരെ അദ്ദേഹത്തിന് ഈ സ്ഥാനത്ത് തുടരാൻ സാധിക്കും. എന്നാൽ അംഗങ്ങൾക്ക് 60 വയസ്സ് വരെ ഈ സ്ഥാനത്ത് തുടരാൻ സാധിക്കുള്ളൂ എന്ന കാര്യം അല്ലേ? ഓക്കെ. 3 വർഷം അല്ലെങ്കിൽ 60 വയസ്സ്, ഏതാണോ ആദ്യം അത്. ഓക്കെ അല്ലേ? സോ ഈ കാര്യം മനസ്സിലാക്കുക. ദേശീയ ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ്റെ കാലാവധി 3 വർഷം അല്ലെങ്കിൽ 65 വയസ്സ്. ദേശീയ ബാലാവകാശ കമ്മീഷൻ അംഗങ്ങളുടെ കാലാവധി 3 വർഷം അല്ലെങ്കിൽ 60 വയസ്സ്, ഏതാണോ ആദ്യം. ക്ലിയർ അല്ലേ? അടുത്തത് ദേശീയ ബാലാവകാശ കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നതും അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആരാണ്? കേന്ദ്ര സർക്കാരാണ്. ഈ ഒരു ഭാഗത്ത് നിന്ന് നമുക്ക് ട്രാപ്പ് വരാനുള്ള ഒരു ചോദ്യം എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കും: ദേശീയ ബാലാവകാശ കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നത് ആര് എന്ന് ചോദിക്കും, അല്ലെങ്കിൽ നീക്കം ചെയ്യുന്നത് ആര്. 2 രീതിയിൽ ആ ചോദ്യം വരാം. ഓക്കെ. അല്ലെങ്കിൽ ഇങ്ങനെ മൊത്തമായിട്ടും ചോദിക്കാം, നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നതും ആര്. ആദ്യത്തെ ഓപ്ഷൻ പ്രസിഡന്റ് ഉണ്ടാവും, രണ്ടാമത്തെ ഓപ്ഷൻ ഗവർണർ ഉണ്ടാവും, മൂന്നാമത്തെ ഓപ്ഷൻ ആയിരിക്കും ചിലപ്പോൾ കേന്ദ്ര സർക്കാർ ഉണ്ടാവുക. നമ്മൾ മിക്കതും നമ്മൾ കമ്മീഷനുകളൊക്കെ പഠിക്കുമ്പോൾ അല്ലെങ്കിൽ ചിലതിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താണ്, ആരാണ് നിയമിക്കുന്നത്? പ്രസിഡന്റാണ് നിയമിക്കുന്നത് കണ്ടിട്ടുള്ളത്. ചിലവിടെ ഗവർണർ എന്താണ്, നമ്മുടെ കേരളത്തിലെ സംസ്ഥാനങ്ങളിലൊക്കെ ചിലത് ഗവർണർ നിയമിക്കുന്നത് കണ്ടിട്ടുണ്ട്. അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഓക്കെ. അതുകൊണ്ട് കൺഫ്യൂഷൻ ആക്കാതിരിക്കാനാണ് ആ പേരുകളൊന്നും പറയാത്തത്. ഓക്കെ. അപ്പോൾ ഇവിടെ നമ്മൾ ദേശീയ ബാലാവകാശ കമ്മീഷൻ പഠിക്കുന്ന സമയത്ത് നമുക്ക് ഇത്തരത്തിലുള്ള ഒരു ചോദ്യം ചോദിക്കുകയും ഓപ്ഷനിൽ ആദ്യം പ്രസിഡന്റ് കണ്ടാൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഈ ഒരു കാര്യം മനസ്സിലാക്കണം. എന്താണ്? ദേശീയ ബാലാവകാശ കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നത് ആരാണ്? നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നതും കേന്ദ്ര സർക്കാരാണ് എന്ന കാര്യം ഓർത്തുവെക്കുക. കേന്ദ്ര സർക്കാരാണ്. ഓക്കെ. ക്ലിയർ അല്ലേ? അടുത്തത് ദേശീയ ബാലാവകാശ കമ്മീഷൻ അധ്യക്ഷനെ തിരഞ്ഞെടുക്കുന്ന 3 അംഗ സെലക്ഷൻ കമ്മിറ്റിയുടെ അധ്യക്ഷനാണ് മാനവ വിഭവശേഷി വികസന വകുപ്പ് മന്ത്രി എന്ന് പറയുന്നത്. അതായത് ദേശീയ ബാലാവകാശ കമ്മീഷൻ അധ്യക്ഷനെ തിരഞ്ഞെടുക്കുന്ന ഒരു 3 അംഗ സെലക്ഷൻ കമ്മിറ്റി ഉണ്ട്. ഓക്കെ. അതായത് ഈ ദേശീയ ബാലാവകാശ കമ്മീഷൻ അധ്യക്ഷൻ ഉണ്ടല്ലോ, ചെയർമാൻ അല്ലേ, ആ ആളെ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് ഒരു 3 അംഗ സെലക്ഷൻ കമ്മിറ്റി ഉണ്ട്. ഓക്കെ. ഈ കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരായിരിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാനവ വിഭവശേഷി വികസന വകുപ്പ് മന്ത്രി ആയിരിക്കും. ഓക്കെ. ആ സമയത്ത് ആരാണോ ആ സ്ഥാനം കൈകാര്യം ചെയ്യുന്ന അദ്ദേഹമായിരിക്കും എന്നുള്ളതാണ്. ഒക്കെ അതുകൊണ്ട് പ്രത്യേകം പേരൊന്നും പഠിക്കേണ്ട. മാനവ വിഭവശേഷി വികസന വകുപ്പ് മന്ത്രി ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം പറഞ്ഞാൽ മതി. ഒന്ന് പറഞ്ഞു തന്നു എന്ന് മാത്രമേ ഉള്ളൂ. ക്ലിയർ അല്ലേ? അടുത്ത നോക്കാം, ദേശീയ ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ്റെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ. അപ്പോൾ ഈ കമ്മീഷൻ്റെ പ്രവർത്തനങ്ങളെ പറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബാലാവകാശ സംരക്ഷണത്തിനായിട്ട് നിലവിൽ വരുന്ന നിയമങ്ങളെയും അതിന് കീഴിലുള്ള സ്ഥാപനങ്ങളുടെ സുരക്ഷാ സംവിധാനങ്ങളെയും അവലോകനം ചെയ്യുകയും അവ ഫലപ്രദമായി നടപ്പിലാക്കുന്നതിനുള്ള നടപടികൾ ശുപാർശ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ. ഇതൊക്കെ ജസ്റ്റ് ഒന്ന് വായിച്ചു പോയാൽ മാത്രം മതി. നമുക്ക് കൂടുതൽ ചോദ്യങ്ങൾ എങ്ങനെയൊക്കെയാണ് വരുന്നതെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ. അടുത്തത് പ്രവർത്തന റിപ്പോർട്ടുകൾ കേന്ദ്ര സർക്കാരിന് സമർപ്പിക്കുക. അത് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എന്താണ്, ഈ പ്രവർത്തന റിപ്പോർട്ടുകൾ നമുക്കോട് ചോദ്യം ചോദിക്കാം. അതായത് ദേശീയ ബാലാവകാശ കമ്മീഷൻ പ്രവർത്തന റിപ്പോർട്ട് ആർക്കാണ് സമർപ്പിക്കുന്നത് എന്ന ചോദ്യം വരികയാണ്. പ്രസിഡന്റിന്, ഗവർണർക്ക്, അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിനെന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം പ്രവർത്തന റിപ്പോർട്ടുകൾ കേന്ദ്ര സർക്കാരിനാണ് സമർപ്പിക്കുക. പ്രവർത്തന റിപ്പോർട്ടുകൾ കേന്ദ്ര സർക്കാരിനാണ് ദേശീയ ബാലാവകാശ
ബാലാവകാശ കമ്മീഷൻ സമർപ്പിക്കുക എന്ന കാര്യം മനസ്സിലാക്കുക. ക്ലിയർ അല്ലേ? അടുത്ത നോക്കൂ, തീവ്രവാദം, വർഗീയ കലാപം, അക്രമം, പ്രകൃതി ദുരന്തം, ഗാർഹിക പീഡനം, എയ്ഡ്സ്, മനുഷ്യക്കടത്ത്, ദുരുപയോഗം, പീഡനവും ചൂഷണവും മുതലായ കുട്ടികളുടെ അവകാശങ്ങളെ തടയാൻ കാരണമായ എല്ലാ ഘടകങ്ങളും പരിശോധിച്ച് ഉചിതമായ പരിഹാര നടപടികൾ ആര് ശുപാർശ ചെയ്യുന്നുണ്ട്? ഈ പറയുന്ന ദേശീയ ബാലാവകാശ കമ്മീഷൻ. നമ്മളിപ്പോൾ പഠിക്കുന്ന ദേശീയ ബാലാവകാശ കമ്മീഷനാണ്. ഓക്കെ, ഇനി കുട്ടികളുടെ അവകാശങ്ങളുടെ മേഖലയിൽ ഗവേഷണം ഏറ്റെടുക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക. ഇതൊക്കെ ജസ്റ്റ് ഒന്ന് വായിച്ചു, അതായത് അവരുടെ എന്തൊക്കെയാണ് പ്രവർത്തനങ്ങൾ, ആ കമ്മീഷൻ്റെ പ്രവർത്തനങ്ങളെ പറ്റിയിട്ടാണ് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇതിനകത്ത് ഉൾപ്പെടുത്തിയെന്ന് മാത്രമേ ഉള്ളൂ. ഇനിയോ, ബാലാവകാശ സാക്ഷരത പ്രോത്സാഹിപ്പിക്കുക, പ്രസിദ്ധീകരണങ്ങൾ, മാധ്യമങ്ങൾ, സെമിനാറുകൾ തുടങ്ങിയവയിലൂടെ കുട്ടികളുടെ അവകാശ സംരക്ഷണത്തിനു ലഭ്യമായ സുരക്ഷാ സംവിധാനങ്ങളെ കുറിച്ചുള്ള അവബോധം പ്രചരിപ്പിക്കുക. ജസ്റ്റ് ഞാൻ പറഞ്ഞല്ലോ, സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിലുള്ള ചോദ്യങ്ങൾ ഇങ്ങനെയൊക്കെ ഒരുപാട് വളഞ്ഞു കിട്ടിയതോ നിങ്ങൾക്ക് ചോദിക്കില്ല, എങ്കിലും നമ്മൾ ജസ്റ്റ് അതൊന്ന് പറഞ്ഞു. അതുപോലെ ബാലാവകാശ ലംഘനവുമായി ബന്ധപ്പെട്ട പരാതികൾ അന്വേഷിക്കുകയും പരിഹാര നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുക എന്നുള്ള മറ്റൊരു പ്രവർത്തനം അവരുടെ ആ ഒരു കമ്മിറ്റിയിലെ ബാലാവകാശ കമ്മീഷൻ്റെ പ്രവർത്തനങ്ങളെ പറ്റിയിട്ടാണ് നമ്മൾ പറയുന്നത്. പിന്നീട് ദേശീയ ബാലാവകാശ കമ്മീഷൻ്റെ ആദ്യ ചെയർപേഴ്സണെ കുറിച്ചിട്ട് ഇനി നമുക്ക് ഇത് രണ്ടെണ്ണം നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതുവരെ നമ്മൾ എന്താണ് സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിൽ ഇങ്ങനെ പോയതാണ് അല്ലേ? അത് ജസ്റ്റ് അവരുടെ പ്രവർത്തനങ്ങൾ എന്താണെന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കാൻ വേണ്ടി മാത്രമാണ്. ഇനി നമ്മൾ മനസ്സിലാക്കണം, ദേശീയ ബാലാവകാശ കമ്മീഷൻ്റെ ആദ്യത്തെ ചെയർപേഴ്സൺ ആരാണ്? അതൊരു ചോദ്യമാണ്. ശാന്ത സിൻഹ. അതിനി മാറില്ല. എന്താണ് ദേശീയ ബാലാവകാശ കമ്മീഷൻ്റെ ആദ്യ ചെയർപേഴ്സൺ ആരെന്ന് ചോദിച്ചാൽ ആദ്യത്തെ വ്യക്തി ശാന്ത സിൻഹ തന്നെയാണ് അല്ലേ? ആദ്യത്തെ വ്യക്തി ആരാണ്? ശാന്ത സിൻഹയാണ്. അത് കാരണം എന്തുകൊണ്ടാണ് അതിങ്ങനെ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ രണ്ടാമത്തെ പഠിക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ദേശീയ ബാലാവകാശ കമ്മീഷൻ്റെ ആദ്യ ചെയർപേഴ്സൺ ആരാണ്? അത് ശാന്ത സിൻഹയാണ്. ആരാണ്? ശാന്ത സിൻഹ. ദേശീയ ബാലാവകാശ കമ്മീഷൻ്റെ ആദ്യ ചെയർപേഴ്സണാണ് ശാന്ത സിൻഹ. ഇനി ഞങ്ങൾ കേൾക്കേണ്ടത്, ഇപ്പോൾ ഈ ക്ലാസ് എടുക്കുന്നത് എപ്പോഴാണ്? ഓഗസ്റ്റ് 26 ആ സമയത്തുള്ള ഡീറ്റെയിൽസാണ് ഞാനിപ്പോൾ തരുന്നത്. ഇതൊരു കറണ്ട് അഫെയർ ആയിട്ട് വരുന്ന കാര്യമാണ്. നോക്കുക, ഈ ഒരു കാര്യം ഇതിനകത്ത് പറയുന്നുണ്ട്. നിലവിലെ ചെയർപേഴ്സൺ അല്ലെങ്കിൽ ചെയർമാൻ ആരാണ്? പ്രിയാങ്ക് കനൂൻഗോ. ഓക്കെ, പ്രിയാങ്ക് കനൂൻഗോ എന്ന് പറയുന്നത്, ഞാൻ ഈ ഡേറ്റ് വെച്ചിട്ടാണ് ഈ കാര്യം പറയുന്നത്, കാരണം ഓഗസ്റ്റ് 26 ഞാൻ ഈ ക്ലാസ് എടുക്കുന്നത്. ആ ദിവസം പറയുന്ന ഒരു കാര്യമാണ്. ഈ നിലവിലെ ചെയർമാൻ, ദേശീയ ബാലാവകാശ കമ്മീഷൻ്റെ നിലവിലെ ചെയർമാൻ പ്രിയങ്ക് കനൂൻഗോ ആണ്. എന്നാൽ ഒരു പക്ഷേ ഇത് പിന്നീട് മാറിയാൽ നിങ്ങൾ എന്ത് ചെയ്യണം? അത് നിങ്ങൾ നോക്കി പഠിക്കണം. കറണ്ട് അഫെയർ ആണ്, നിലവിലെ ചെയർമാനാണ്. ചിലപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണ്, നാളെ മാറുകയാണ് എന്നിരിക്കട്ടെ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇന്നത്തെ ക്ലാസ് നാളെ കാണുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു തെറ്റായിട്ടുള്ളൊരു ഇൻഫർമേഷനായിട്ട് മാറും. അപ്പോൾ അത്തരത്തിൽ കറണ്ട് അഫെയറുകൾ നിങ്ങൾ എന്ത് ചെയ്യണം? അത് പരിശോധിക്കണം. ഇപ്പം നിലവിലെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയുകയാണ്, നിലവിലെ ചെയർമാൻ ആരാണ്? അത് പ്രിയങ്ക് കനൂൻഗോ. ഒരിക്കലും എന്ത് മാറില്ല? ശാന്ത സിൻഹ മാറില്ല. കാരണം ആദ്യ ചെയർപേഴ്സൺ ആണ്, അത് മാറില്ലല്ലോ. പക്ഷേ നിലവിലെ നമ്മൾ എന്ത് ചെയ്യണം? അത് അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കണം. നമ്മൾ സാധാരണ രീതിയിൽ അത്തരത്തിലുള്ള അപ്ഡേഷൻസ് നമ്മുടെ ചാനലിലൂടെ തരും. എല്ലാം കൃത്യമായിട്ടുള്ള അപ്ഡേഷൻസ് ലഭിക്കാനായിട്ട് നമ്മുടെ ചാനൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. സോ ഇവിടെ നമ്മൾ നോക്കിയത് ദേശീയ ബാലാവകാശ കമ്മീഷൻ്റെ ആദ്യ ചെയർപേഴ്സണാണ് ശാന്ത സിൻഹ. നിലവിലെ ചെയർമാൻ ആരെന്ന് ചോദിച്ചാൽ പ്രിയങ്ക് കനൂൻഗോ ആണ്. ക്ലിയർ അല്ലേ? അപ്പോൾ ഇത്ര നേരം പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച്, ദേശീയ ബാലാവകാശ കമ്മീഷനെ കുറിച്ചൊരു ധാരണ കിട്ടിയിട്ടുണ്ടാവും. കുറച്ച് ചോദ്യം ഞാൻ ചോദിക്കുകയാണ്, കൃത്യമായിട്ട് കമൻറ്റ് ചെയ്തു. ഇതുവരെ പഠിച്ചതിൽ നിന്ന് നമുക്ക് എത്രത്തോളം നിങ്ങൾക്ക് അത് യൂസ്ഫുള്ളായി, എന്ത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ ചോദ്യങ്ങളിലേക്ക് കടക്കുകയാണ്. നോക്കുക, ആദ്യത്തെ ചോദ്യം, ഒന്നാമത്തെ ചോദ്യം ഇതാ. ബാലാവകാശ സംരക്ഷണ നിയമപ്രകാരം കുട്ടി എന്നത് എത്ര വയസ്സിൽ താഴെയുള്ള വ്യക്തികളാണ്? വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യമാണ്, ശ്രദ്ധിച്ചിരുന്നവർ എഴുതിക്കോളൂ. ബാലാവകാശ സംരക്ഷണ നിയമപ്രകാരം കുട്ടി എന്നത് എത്ര വയസ്സിൽ താഴെയുള്ള വ്യക്തികളെയാണ് എന്ന് പറയുന്നത്? എഴുതിയല്ലോ. രണ്ടാമത്തെ നോക്കൂ, രണ്ടാമത്തെ ചോദ്യമാണ്, ദേശീയ ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ്റെ കാലാവധി എത്ര? കൃത്യമായിട്ട് എഴുതണം. നമ്മൾ ആ പറഞ്ഞതുപോലെ തന്നെ എഴുതണം. ഇത് അല്ലെങ്കിൽ ഏത്? ഓക്കെ, ദേശീയ ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ്റെ കാലാവധി എത്രയാണ് എന്നുള്ളതാണ്. അടുത്തത് മൂന്നാമത്തത് നോക്കുക, ദേശീയ ബാലാവകാശ കമ്മീഷൻ പ്രവർത്തന റിപ്പോർട്ടുകൾ ആർക്കാണ് സമർപ്പിക്കേണ്ടത് അല്ലെങ്കിൽ ആർക്കാണ് സമർപ്പിക്കുക? ദേശീയ ബാലാവകാശ കമ്മീഷൻ പ്രവർത്തന റിപ്പോർട്ടുകൾ ആർക്കാണ് സമർപ്പിക്കുക എന്ന മൂന്നാമത്തെ ചോദ്യം കൃത്യമായിട്ട് ഉത്തരവെഴുതിക്കോളൂ. അടുത്തത് നാലാമത്തെ ചോദ്യമാണ് ഈ ഭാഗത്ത് നിന്ന്. ദേശീയ ബാലാവകാശ കമ്മീഷനിൽ ചെയർപേഴ്സൺ ഉൾപ്പെടെ എത്ര അംഗങ്ങളാണുള്ളത്? ദേശീയ ബാലാവകാശ കമ്മീഷനിൽ ചെയർപേഴ്സൺ ഉൾപ്പെടെ എത്ര അംഗങ്ങളാണുള്ളത്? ദേശീയ ബാലാവകാശ കമ്മീഷനിൽ ചെയർപേഴ്സൺ ഉൾപ്പെടെ എത്ര അംഗങ്ങളാണുള്ളത്? അടുത്തത് അഞ്ചാമത്തെ നോക്കുക, അഞ്ചാമത്തെ ചോദ്യം, ദേശീയ ബാലാവകാശ കമ്മീഷൻ്റെ ആദ്യ ചെയർപേഴ്സൺ ആര്? ദേശീയ ബാലാവകാശ കമ്മീഷൻ്റെ ആദ്യ ചെയർപേഴ്സൺ ആര്? 5 ചോദ്യങ്ങൾ ഇവിടെ നമ്മൾ ചോദിച്ചു. കൃത്യമായിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി നമ്മൾ ഉത്തരത്തിലേക്ക് കടക്കാം. ഉത്തരം നോക്കുക, 5ൽ നിങ്ങളുടെ എത്രണ്ണം ശരിയായി എന്നുള്ളത് കൂടി കമൻറ്റ് ചെയ്തോളൂ.
ഉള്ളൂ. ക്ലിയർ അല്ലേ? നോക്കുക, ആദ്യത്തെ ചോദ്യം, ബാലാവകാശ സംരക്ഷണ നിയമപ്രകാരം കുട്ടി എന്നത് എത്ര വയസ്സിൽ താഴെയുള്ള വ്യക്തികളാണ്? 18 വയസ്സിൽ താഴെയുള്ള വ്യക്തികളെയാണ് നമ്മൾ കുട്ടികളെന്ന് പറഞ്ഞത്. ദേശീയ ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ്റെ കാലാവധി 3 വർഷം അല്ലെങ്കിൽ 65 വയസ്സ്, ഏതാണോ ആദ്യം അതുവരെ. ദേശീയ ബാലാവകാശ കമ്മീഷൻ പ്രവർത്തന റിപ്പോർട്ട് ആർക്കാണ് സമർപ്പിക്കുക? കേന്ദ്ര സർക്കാരിനാണ് സമർപ്പിക്കുക. ദേശീയ ബാലാവകാശ കമ്മീഷനിൽ ചെയർപേഴ്സൺ ഉൾപ്പെടെ എത്ര അംഗങ്ങളുണ്ട്? ചെയർപേഴ്സൺ ഉൾപ്പെടെ 7 അംഗങ്ങൾ. ഇതുപോലെ ദേശീയ ബാലാവകാശ കമ്മീഷൻ്റെ ആദ്യ ചെയർപേഴ്സൺ ശാന്ത സിൻഹ. ഓക്കെ, അപ്പോൾ നമ്മൾ 5 ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കി. 5 എണ്ണത്തിൽ നമ്മളിപ്പോൾ പഠിപ്പിച്ച മേഖലയിൽ നിന്ന് 5 എണ്ണം നോക്കി. കൃത്യമായിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവരും ശരിയാക്കിയിട്ടുണ്ടാകും. ക്ലാസ്സുകൾ വളരെ വ്യക്തമായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. എന്തായാലും നമ്മൾ ഈ പറഞ്ഞ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക. ജസ്റ്റ് അറിയാത്ത കാര്യങ്ങളൊന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. അതുപോലെ തന്നെ നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ചുവടെ കാണുന്ന നമ്പറിൽ വിളിച്ചിട്ട് ഇന്ന് തന്നെ നിങ്ങളുടെ അഡ്മിഷൻ എടുക്കുക. നമ്മൾ അഡ്മിഷൻ ക്ലോസ് ചെയ്യുന്നതിന് മുന്നോടിയായിട്ട് അഡ്മിഷൻ എടുക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, സോ മറ്റൊരു ക്ലാസ്സിൽ നമുക്ക് കാണാം. താങ്ക്